മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിലാണ് കുറച്ചു ദിവസങ്ങളിലായി വെള്ളാപ്പള്ളി നടേശന്റെ പല പ്രസ്താവനകളും. ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങയിടുന്ന പോലെ വാക്കുകൾക്കിടയിൽ അല്പം വർഗീയത തിരികിയില്ല എങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് പാവത്തിന്. ഇതൊക്കെ പറയാൻ എന്തിനു മടിക്കണം? പിണറായി സർക്കാരിന്റെ കൈപിടിച്ചു നിൽക്കുമ്പോൾ എന്തിന് പേടിക്കണം? എന്തും പറയാനുള്ള ലൈസൻസ് അവിടെ നിന്നും കിട്ടിക്കാണുമല്ലോ. വെള്ളാപ്പള്ളിയെ തള്ളിക്കളഞ്ഞാൽ അതുവഴി കിട്ടാവുന്ന ഈഴവ വോട്ടുകൾ നഷ്ടപ്പെട്ടാലോ എന്ന പേടി പിണറായി സർക്കാരിന് കാണും. അതുകൊണ്ട് അങ്ങ് പിണക്കാൻ പറ്റുമോ? നമ്മുടെ വെള്ളാപ്പള്ളിയല്ലേ, എന്തേലും പറഞ്ഞങ്ങ് പോട്ടെ, കേൾക്കാത്ത പോലെ ഇരിക്കാം എന്ന ലൈനാണ് മുഖ്യമന്ത്രി പിണറായിക്ക്. അങ്ങനെയല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ നാവടയ്ക്കാൻ സർക്കാരിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? പച്ചയായി വർഗീയത പറഞ്ഞിട്ടും വെള്ളാപ്പള്ളി ആ പറഞ്ഞത് ശരിയായില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി തിരുത്താത്തത് എന്തുകൊണ്ടാണ്? കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകുമെന്ന ഭീതിയാണത്രേ വെള്ളാപ്പള്ളി നടേശന്. തീർന്നില്ല, മറ്റു സമുദായങ്ങൾ ജാതി പറഞ്ഞ് എല്ലാം നേടുന്നു. ഇങ്ങനെ പോയാൽ അച്യുതാനന്ദൻ പറഞ്ഞ പോലെ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ നാടാകും. കാന്തപുരം പറയുന്നത് കേട്ട് മാത്രം ഭരിച്ചാൽ മതി കേരള ഗവൺമെന്റ് എന്ന സ്ഥിതിയാണ്. കേരളത്തിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും സീറ്റ് കൂടുതൽ ചോദിക്കും. മലബാറിന് പുറത്ത് തിരുവനന്തപുരത്തും കൊച്ചിയിലും അവർ സീറ്റ് ചോദിക്കും. ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണ് എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി സാറിന്റെ പരാതികൾ. അയ്യോ, തീർന്നില്ല. കേരളത്തിൽ ഈഴവർ ജാതി പറഞ്ഞാൽ വിമർശനമാണ് എന്നും കേരളത്തിലെ ഈഴവർക്ക് ഏറ്റവും പ്രാധാന്യം കിട്ടുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമാണ് എന്നും ഈഴവർ ഒന്നിച്ചാൽ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുമെന്നും വെള്ളാപ്പള്ളി ഒരു ഭീഷണി കൂടി ഉയർത്തുന്നുണ്ട്. അല്ല വെള്ളാപ്പള്ളി സാറേ, തൊഴിലുറപ്പ് ഇത്രയ്ക്കും മോശമാണോ? ഒന്നുമല്ല, തൊഴിലുറപ്പിൽ മാത്രമേ പ്രാധാന്യം ഈഴവർക്ക് കിട്ടുന്നുള്ളൂ എന്ന അവജ്ഞതയോടെയുള്ള സംസാരം കേട്ടതുകൊണ്ട് ചോദിച്ചതാണ്. ഇനിയാണ് ആഹ്വാനം. SNDP യോഗം രാഷ്ട്രീയ ശക്തിയാകണം. അംഗങ്ങൾ അവരവരുടെ പാർട്ടികളിൽ നിന്നും അവകാശം നേടിയെടുക്കണം. സമുദായത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അധികാരത്തിലെത്താൻ ശ്രമം വേണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രതിനിധികളും വേണമെന്നും വെള്ളാപ്പള്ളി പറയുകയുണ്ടായി. എത്ര സുന്ദരമായാണ് അദ്ദേഹം വർഗീയത വിളമ്പുന്നത്, ജാതിവെറി നടത്തുന്നത്. ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാം. എന്തിനാ? കുറച്ച് വോട്ട് കിട്ടുന്നത് കളയാതിരിക്കാൻ. അതുകൊണ്ട് മുഖ്യൻ ചിലപ്പോ വെള്ളാപ്പള്ളി ഈ പറഞ്ഞത് കേട്ടില്ല എന്നൊക്കെ വരും. ഇങ്ങനെയൊക്കെ പറയാമോ? ഇതൊക്കെ മോശമല്ലേ വെള്ളാപ്പള്ളി സാർ എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയാണ്: കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും പറയാനുള്ളത് പറയും. ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ ഇരുത്തിയ സമുദായത്തിന് വേണ്ടിയാണ് താൻ ഇതെല്ലാം പറയുന്നത്. ഞാനൊരു സാധാരണക്കാരനാണ്, പക്ഷേ സാമൂഹ്യനീതിക്ക് വേണ്ടി ഞാൻ പറയും. അത് ഇന്നും പറയും, നാളെയും പറയും. എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും. 24 മണിക്കൂറും ജാതി മാത്രം പറയുകയും ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്നെ ജാതിക്കോമരമെന്ന് പറയുന്നത്. എന്നെ സമുദായം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ കവിഞ്ഞ് അതിനപ്പുറത്തൊരു കസേരയും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കേരളത്തിൽ നിന്ന് 9 MP-മാരെയാണ് ഇടതും വലുതുമായി നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. അതിൽ പേരിന് പോലും ഒരു പിന്നോക്കക്കാരനില്ല. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നാക്ക വിഭാഗത്തിന് പരിഗണന കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങളെല്ലാം എനിക്കെതിരായി ഇറങ്ങി. ഈഴവരുടെ സംഘടിത ശക്തിയെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ജനാധിപത്യത്തിൽ നമുക്കും വേണ്ടേ അധികാരത്തിലുള്ള അവകാശമെന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നു. കൊള്ളാം. ഇതൊക്കെ പറയുന്ന നിങ്ങൾ തന്നെ നവോത്ഥാന സംരക്ഷണ സമിതിയിൽ ഇരിക്കണം. തന്നെ കേൾക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ ഉള്ളിലേക്കാണ് വെള്ളാപ്പള്ളി ഈ വിഷവിത്ത് കൊണ്ടിടുന്നത്. പൊതുവേദികളിലെത്തിയാണ് ഈ മനുഷ്യൻ ഉറക്കെ വർഗീയതയും ജാതിവെറിയും ആവർത്തിക്കുന്നത്. സാക്ഷര കേരളത്തിലാണ് ജാതിയാണ് മക്കളെ മുഖ്യമെന്ന് അയാൾ പറഞ്ഞു പഠിക്കുന്നത്. ജാതിവെറി പൂണ്ട കാലത്ത് ആ അന്ധകാരത്തിൽ നിന്നും നമ്മെ മുന്നോട്ട് നയിച്ചവരാണ് നവോത്ഥാന നായകർ. അവർക്ക് കളങ്കമുണ്ടാക്കാൻ വെള്ളാപ്പള്ളി നടേശൻ നിങ്ങൾ ഇനിയും ആ സ്ഥാനത്ത് ഇരിക്കരുത്. കേരളം ഭരിക്കേണ്ടത് എങ്ങനെയെന്ന് മലപ്പുറത്ത് നിന്നും പറയേണ്ട എന്നും വെള്ളാപ്പള്ളി പറയുന്നു. മലപ്പുറത്തിനോടും മുസ്ലിം സമുദായത്തോടുമുള്ള ഈ വെറുപ്പ് പ്രകടമാകാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്നും പ്രത്യേകം ചില ആളുകളുടെ സംസ്ഥാനമാണ് എന്നും മലപ്പുറത്ത് സ്വതന്ത്രമായ വായു ശ്വസിച്ചും സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞും ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നും വെള്ളാപ്പള്ളി മുൻപ് പരാമർശിച്ചിരുന്നു. മലപ്പുറം ചില ആളുകളുടെ സംസ്ഥാനമാണ് എന്ന വിശേഷണം വെള്ളാപ്പള്ളി നൽകുമ്പോൾ തന്നെ ഉള്ളിലിരിപ്പ് വ്യക്തമാണ്. വെള്ളാപ്പള്ളിക്ക് അറിയില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു തരാം. മലപ്പുറത്ത് മുസ്ലിം മതത്തിൽ മാത്രമുള്ളവർ അല്ല ജീവിക്കുന്നത്.
അവിടെ വേറെ മതത്തിൽ വിശ്വസിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് മലപ്പുറത്തെ വർഗീയത പറഞ്ഞങ്ങ് ഒറ്റപ്പെടുത്താമെന്ന മോഹം തൽക്കാലം കയ്യിൽ വെച്ചാൽ മതി. ഞാൻ ഉള്ളുകൊണ്ട് ഇടതുപക്ഷക്കാരനാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന വെള്ളാപ്പള്ളിയുടെ ഈ വർഗീയ വിഷവിത്തുകൾ പാകാൻ കേരളത്തിൽ നിലം ഒരുക്കി കൊടുക്കുന്നതും അതിന് വളവും വെള്ളവും നൽകുന്നതും പിണറായി സർക്കാരാണ്. ഇനി നിങ്ങൾ വിചാരിക്കും മുസ്ലിം മതത്തോട് മാത്രമാണ് വെള്ളാപ്പള്ളിക്ക് വിദ്വേഷമെന്ന്. അല്ല, ക്രൈസ്തവരോടുമുണ്ട്. അതിന് ഈ അടുത്ത് നടത്തിയ പ്രസ്താവനകൾ തന്നെയാണ് ഉദാഹരണം. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫിനെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ അത് ക്രൈസ്തവ സഭയുടെ സമ്മർദ്ദം കൊണ്ടാണ് എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന. ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താനും നേടിയെടുക്കാനും മതസാമുദായിക സംഘടനകൾക്ക് പുറമെ സ്വന്തം രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് എന്ന വിഷമം പങ്കുവച്ചതിലൂടെ ഉദ്ദേശശുദ്ധി വ്യക്തമായി കാണുമല്ലോ. അഹം എന്ന സിനിമയിൽ നടൻ നെടുമുടി വേണു പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെ ആരും ഒന്നും തന്നില്ല എന്ന്. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് ഇതും. എന്നും രാവിലെ വന്ന് മറ്റു മതങ്ങൾക്കും ജാതികൾക്കും ഒരു കൊട്ടുകൊടുക്കും. ഈഴവർക്കൊന്നും തന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ എന്ത് പ്രവർത്തനമാണ് വെള്ളാപ്പള്ളി നിലവിൽ ഈഴവരുടെ ഉന്നമനത്തിനായി നടത്തുന്നത്? അവഗണന മാത്രമാണ് അക്കാര്യത്തിൽ പിണറായി സർക്കാർ കാണിക്കുന്നുള്ളൂ. വെള്ളാപ്പള്ളിക്ക് വർഗീയത പറയാനുള്ള ലൈസൻസ് നൽകിയിട്ടുണ്ട് എന്നതല്ലാതെ യാതൊരുവിധ സഹകരണവും അതിലൂടെ SNDPക്ക് ലഭിക്കുമെന്ന് കരുതണ്ട. അത് നൽകാനും പോകുന്നില്ല. വെള്ളാപ്പള്ളി ഇങ്ങനെ വർഗീയത പറയുന്നതിന് പകരം തരുന്ന വോട്ടിന് തിരിച്ചെന്തേലും നൽകാൻ തയ്യാറാണോ എന്ന് മുഖ്യനോട് ആദ്യം ചോദിക്കാനുള്ള ആർജവം കാണിക്കണം. ഈ ആർജവം താങ്കൾ കാണിക്കാത്തത് കൊണ്ടാണ് LDFിനോടുള്ള പിന്തുണ വെടിഞ്ഞ് SNDPയിൽ നിന്ന് തന്നെ ആളുകൾ UDF പക്ഷത്തിനൊപ്പം നിൽക്കുന്നത്. അത് പല തെരഞ്ഞെടുപ്പിലും വ്യക്തമാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമായിരുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. ഈഴവ വോട്ടുകളുള്ള കോട്ടയം, കൊല്ലം, ആറ്റിങ്ങൽ, തൃശൂർ എന്നിവിടങ്ങളിലെ വോട്ട് UDFന് അനുകൂലമായിരുന്നു. എന്തുകൊണ്ട് അനുകൂലമായി എന്ന് വെള്ളാപ്പള്ളിയും LDFും ഓർക്കണം. മനം മടുത്ത് തന്നെയാണ് അവർ UDFിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത്. സ്ഥിതിവിശേഷങ്ങൾ ഈ മട്ടിൽ തുടരുകയാണെങ്കിൽ അവർ UDFിനൊപ്പം തുടരാനുള്ള സാധ്യതകൾ തന്നെയാണ് മുന്നിൽ തെളിയുന്നതും.